ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ് 125 വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ ലക്ഷണം വെച്ചിട്ട് സെൽഫിൻ്റെ റിലേ ഷോർട്ട് ആയേക്കണതാണ്. കാരണം എന്താ വെച്ചാൽ വണ്ടി താക്കോൽ ഓഫ് ചെയ്തിട്ടും വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് നിൽക്കാറുന്നു എന്നുള്ളതാണ്. ആ രീതിയിലാണ് പറഞ്ഞത്. താക്കോൽ ഓഫ് ചെയ്തിട്ടും പിന്നെ ബാറ്ററി ചാർജ് തീർന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് വണ്ടി ഓഫായത്. അപ്പോൾ അതായിരിക്കണം 99% അത് തന്നെയാണ് കാരണം. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തതാണ്. മീറ്റർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ തെളിയാനുള്ള ചാർജ് പോലും ഓൾറെഡി ബാറ്ററിക്ക് ഇല്ല. ബാറ്ററി ഫുൾ ഡെഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡെഡായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ചാർജ് ചെയ്ത് നോക്കാം, കിട്ടില്ല എന്നുള്ള ദിവസം ചാർജിൽ ഇട്ടാൽ അറിയുള്ളൂ. ചുരുങ്ങിയത് ഒരു 6 മണിക്കൂർ തന്നെ നമുക്ക് ചാർജിൽ കിടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെൽഫ് റിലേ യൂണിറ്റാണ്. ഇത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ പീസാണ്. അത് ഡയറക്റ്റ് ഒരു ഇലക്ട്രോണിക് യൂണിറ്റാണ്, ഒരു കമ്പോണൻ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് ത്രൂ ഔട്ട് ലൈൻ സെൽഫ് മോട്ടറിലേക്ക് കണക്ട് ചെയ്യണതാണ്. അപ്പോൾ എർത്തിങ്ങൊക്കെ കറക്റ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഷോർട്ടായി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഫുൾ ചാർജ് ഡയറക്റ്റ് സെൽഫ് മോട്ടറിലേക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കും. ആ പോണതിൻ്റെ അനുസരിച്ചിട്ട് സെൽഫ് മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സംഭവിക്കുന്നത് സെൽഫ് മോട്ടർ മാക്സിമം ലോഡായിട്ട് വർക്കായി ബാറ്ററി ചാർജ് ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ ബാറ്ററി ഒരെണ്ണം വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ. അതിന് ശേഷം ഈ ബാറ്ററി എക്സ്റ്റേൻ്റെ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത്. ഇത് അയച്ചിട്ടൊന്ന് ചാർജിലേക്ക് ഇട്ടേക്കാം. ഫുൾ ചാർജ് ചെയ്ത് വെച്ച് നോക്കാം നമുക്ക്. പക്ഷേ കിട്ടാനുള്ള സാധ്യത 99% കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഫുൾ ഡെഡായി പോയേക്കാണ്. വേറൊരു ബാറ്ററി കൂടി സപ്പോർട്ട് ചെയ്തിട്ട് വേണം ചെയ്ത് നോക്കാനായിട്ട്. മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. നടപടി ആയാലും ഞങ്ങൾക്ക് ബാറ്ററി മാറ്റേണ്ടി വരും. അതേപോലെ തന്നെ ആ സെൽഫിൻ്റെ റിലേ യൂണിറ്റും നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ പറയാം. എന്തെങ്കിലും ഇപ്പോൾ നിലവിൽ സെൽഫ് റിലേ മാറ്റി വേറൊരു ബാറ്ററി വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതിന് ശേഷം ബാറ്ററി ഒന്ന് ചാർജിലേക്ക് ഇടാം. ഓക്കെ.